ഷോമാർ കുറേ നാൾ കൂടി കാണുന്നത്. ഏതായാലും ഇദ്ദേഹത്തെ എൻ്റെ സുഹൃത്തു കൂടിയാണ് ഡോക്ടർ ഷോമാർ. ഇടയ്ക്കുമൊക്കെ ആയിട്ട് രാവിലെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ ഷോമാർ. എന്തുണ്ട് പറയും വിശേഷങ്ങൾ? ഇടയ്ക്കയിലൂടെ തന്നെ നമുക്ക് പറയാം അല്ലേ? പൂരം തന്നെ നമ്മുടെ പൂരല്ലേ തൃശ്ശൂർ. ഈ പൂരം വരുന്നൊരു കാലത്ത്, പൂരനാളിൽ ഒരുപാട് പരിപാടിയുമായി ലോകം ചുറ്റുന്ന ഒരാളെന്നുള്ള നിലയിൽ അന്ന് എവിടെ പോയാലും തൃശ്ശൂരിലേക്ക് ഇങ്ങനെ മടങ്ങി വരും, കറങ്ങിയിടെത്തും, വട്ടം കറങ്ങിയിടെത്തും. ഈ വട്ടത്തിൽ അതെ, എല്ലാ വർഷവും ഇപ്പൊ കലണ്ടർ വരുമ്പോൾ പൂരം എന്താണെന്ന് നോക്കി വെക്കുവോ? എങ്ങനെയാ അതിന്റെ ഒരു രീതി? ഇപ്പൊ തന്നെ അടുത്ത പൂരത്തിന്റെ ഡേറ്റ് എന്നാണ്? അടുത്ത വർഷം നോക്കിയിട്ടില്ല, നാളെ കഴിഞ്ഞാൽ നോക്കി അടുത്ത വർഷത്തെ പൂരം മാർക്കിയിടും. അപ്പൊ ഇനി എന്ത് വലിയ കാര്യത്തിന് ആര് ലോകത്തുനിന്ന് എവിടുന്ന് വിളിച്ചാലും പോവില്ല, അവിടെ ഉണ്ടാവും, പൂരത്തിനുണ്ടാവും. മിസ് ചെയ്ത പൂരം ഏതുണ്ടപ്പോ? മിസ് ചെയ്ത് കഴിഞ്ഞ് കൊറോണ ആ സമയത്ത്. അതെ, അത് ലോകത്തിന് മിസ്സായതാ. പിന്നെ ഒരു വിദേശയാത്ര എന്നവർക്ക് മിസ് ചെയ്യേണ്ടി ജർമ്മൻ ടൂർ നേരത്തെ ഏറ്റുപോകുന്നത് കൊണ്ട് 2 മാസത്തെ ടൂറായിരുന്നു. അപ്പോൾ അത് പോകേണ്ടത് 14-ാം തീയതി പോകണം. അപ്പോൾ പൂരത്തിന് തൃശ്ശൂരുകാരനായിട്ട് ഇങ്ങനെ തൃശ്ശൂരില്ലാതെ വിഷമിച്ച് ജർമ്മനിയിലിരുന്നു അല്ലേ? അതെ അതെ, തീർച്ചയായും. ജർമ്മനിയിൽ, അതെ ജർമ്മനിയിലായിരുന്നു, ഫ്രാൻസിലെ. അത് കലയുടെ ഒരു വലിയ തട്ടകമാണ്, കലാപ്രവർത്തകരുടെ ഒരു വലിയ തട്ടകത്തിലേക്കാണ്. അതെ അതെ, പിന്നെ തീർച്ചയായും. പിന്നെ എന്തൊരു സമാധാനം എന്ന് വെച്ചാൽ നമ്മൾ ചാനലുകളുള്ളതുകൊണ്ട് ലൈവും എപ്പോഴേയും നമുക്ക് പൂരം ലൈവ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തീർച്ചയായും മാധ്യമങ്ങൾക്ക് ബിഗ് സല്യൂട്ടാണ്. എന്ന് വെച്ചാൽ എവിടെ പോയാലും ലോക മലയാളികൾക്ക് ഇവിടെ വരാൻ കഴിയാത്തവർക്ക് പൂരം കാണാനുള്ള സന്ദർഭം ഒരുക്കുന്നു നിങ്ങൾ ചാനലുകൾ. അപ്പോൾ ഈ പൂരത്തിൻ്റെ കൃഷ്ണമാരുടെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് പ്രേക്ഷകർ പറയുക? ഒരുപാട് ഘട്ടങ്ങളിലൂടെയാണല്ലോ പൂരം ഇങ്ങനെ തുടങ്ങി വികസിച്ച് അതിൻ്റെ ഒരു ഉപചാരം ചൊല്ലി പിരിയുന്നത്. പൂരം എന്ന് പറയുമ്പോൾ ഒരു കാര്യം മാത്രമായിട്ട് പറയാൻ പറ്റില്ല. കാരണം എക്സിബിഷൻ നേരത്തെ തുടങ്ങും, പൂരം എക്സിബിഷൻ. അതൊരു വിസ്മയം തന്നെയാണ്. എക്സിബിഷനും അപ്പുറമല്ലേ യഥാർത്ഥത്തിൽ കുടമാറ്റം? അതിനും അപ്പുറത്തെ രഹസ്യങ്ങൾ ഇപ്പം മന്ത്രി പറഞ്ഞതാണ്. അതിനപ്പുറത്തെ കുടമാറ്റമുണ്ട്. മേളം, മടത്തിലൂരായിക്കോട്ടെ, പഞ്ചവാദ്യമായിക്കോട്ടെ, എല്ലാം തന്നെ. എത്ര ഗജവന്മാർ വരുന്നത്, ഓരോ ആനകളെ കാണാൻ സന്തോഷമല്ലേ? എല്ലാം തന്നെ. ഇപ്പോൾ പൂര പന്തലുകൾ 3 പന്തലുണ്ട്, മണികണ്ഠനാൽ, നായക്കനാൽ, നടുവിലല്ലേ. ഇത് ഓരോന്നും വിസ്മയം തന്നെയാണ്. പ്രത്യേകിച്ചും ഓരോ വർഷവും ചെല്ലുന്തോറും അതിൻ്റെ മേന്മ, അഴക് കൂടി വരിക. ഇത്തവണത്തെ പൂരത്തിൻ്റെ മേളത്തിൽ ഇപ്പോൾ ഇടയ്ക്ക വിദ്വാൻ എന്ന നിലയിൽ പ്രതീക്ഷിക്കുന്നത് എന്താണ്, കാത്തിരിക്കുന്നത് എന്താണ്? ഞാൻ കാത്തിരിക്കുന്നതിന് മുമ്പ് ഒരു സങ്കടം പറഞ്ഞോട്ടെ, വിരോധമില്ലല്ലോ. കാരണം ഇതിൻ്റെ ഈ ഇടയ്ക്ക എന്നുള്ള വാദ്യത്തിൻ്റെ കുലപതിയായിട്ടുള്ള തിച്ചൂർ മോഹനേട്ടൻ ഈ വർഷം നമ്മുടെ ഒപ്പം ഇല്ല. 46 വർഷത്തിന് മേലെ പൂരത്തിൻ്റെ മഠത്തിലൊരുവനും ഉണ്ടായിരുന്ന ആളാണ്. എൻ്റെ ഒരു ഗുരുനാഥനാണ്. ഈ ഇരിക്കുന്ന ഈ ഇടയ്ക്കയിൽ പകുതി മുക്കാൽ ഭാഗങ്ങളും സാധനങ്ങളും തന്നിട്ടുള്ള അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹം ഇല്ലാത്തൊരു പൂരം, അതൊരു വലിയ സങ്കടം തന്നെയാണ്. പക്ഷേ ഓരോ കാലഘട്ടം തീരുമ്പോഴും പുതിയ ആൾക്കാർ വരുമല്ലോ തീർച്ചയായും. ഇപ്പോൾ തലവര പീതാംബരന്മാരെ, ചെണ്ടയുടെ ആശാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം വിട്ടുപോയി. അങ്ങനെ കുറേ നഷ്ടങ്ങളുണ്ട് മേളക്കാരിലും ആനകളിലും. ഇപ്പോൾ തിരുവമ്പാടി ശിവസുന്ദർ ഞങ്ങളുടെ തട്ടുകാത്തിൻ്റെ ഒരു അഭിമാനമായിരുന്നു. നമ്മൾ പറയില്ലേ സൂപ്പർ സ്റ്റാർ ആയിരുന്നാണ്. അപ്പം അങ്ങനെ പല നഷ്ടങ്ങളുണ്ടെങ്കിലും അതിന് പകരം ആൾക്കാർ വരുന്നുണ്ട്. ഇത്തവണ പലചന സുധാകരന്മാരാണ് എൻ്റെ ചാർജ്. അപ്പോൾ അങ്ങനെ വരുന്നുണ്ട്, നല്ല ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് തന്നെ ഇത്തവണ തൃശ്ശൂർ പൂരത്തിന് ആദ്യമായിട്ട് വരുന്നുണ്ട്, തുറവൂർ രാകേഷ് കമ്മത്ത്. പറമ്പിക്കവന് വേണ്ടി ഇടയ്ക്ക് വയ്ക്കാൻ വരുന്നുണ്ട്. ഒരു ഇടയ്ക്കാരനിലേക്ക് അങ്ങനെ പറഞ്ഞു മാത്രം. എനിക്ക് മനസ്സിലായി. അല്ല, ഞാൻ ചോദിക്കുന്നത് പൂരത്തിൻ്റെ ഈ പ്രഭാതത്തിൽ ഇടയ്ക്കയിലൂടെ പൂരത്തിൻ്റെ വരവറിയിച്ച് ഞങ്ങൾക്കൊപ്പം ഉണ്ടാവില്ല ഇപ്പോൾ? പിന്നെ അതാണ് എന്ത് വേണമെന്നും പറ. തൃശ്ശൂരിൽ എത്തിയാൽ ഒരു കാര്യമുണ്ട്, ഇത് ഞങ്ങളുടെ പൂരാണ്, ഞങ്ങളുടെ അതിഥികൾ നിങ്ങളാണെന്ന് പറയും. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. എനിക്ക് ഇടയ്ക്കയിലൂടെ പൂരത്തെ അറിയണം എന്നാണ്. എന്ത് വേണമെന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ തരും. തൃശ്ശൂർ വന്നാൽ അത് ഒന്നിനൊരു പഞ്ഞല്ല. അപ്പോൾ ഒരു ഇടയ്ക്കയിലൂടെ ആവട്ടെ പൂരത്തിൻ്റെ വരവറിയിച്ചുകൊണ്ടൊരു, അല്ലേ? ശരത്തിന് ഏതാ വേണ്ടേ പറയൂ. കൃഷ്ണമാരേട്ടൻ്റെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം. ഞാൻ പെട്ടെന്ന് നമ്മുടെ മാമ്പഴ കാലത്തേക്ക് പോയി. കൈരളിയുടെ മാമ്പഴത്തിലൊക്കെ ഇങ്ങനെ വളരെ ഈ ഇടയ്ക്കയുടെ ഒരു ജീവൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ആ കവിതകൾ ഈ 500 ഉള്ള എപ്പിസോഡുകളിൽ ഉണ്ടായിരുന്നുള്ളത്. 1500 അല്ലേ? അതുപോലൊരു ടെലിവിഷൻ ഷോയും ഉണ്ടായിട്ടില്ല മലയാളത്തിൻ്റെ കവിതയ്ക്ക് വേണ്ടിയിട്ടൊരു. മാത്രമല്ല വേറെ ഒരു ചാനലുകാർ ഏറ്റെടുത്തിട്ടില്ല. അത് മലയാള ഭാഷയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു ഇതായിരുന്നു. പല സീസൺസ്, പല എപ്പിസോഡ്, പല ലക്കങ്ങൾ ചെയ്തിരുന്നു അല്ലേ? പല സീസൺ അല്ല 10 സീസൺ ചെയ്തു. 10 സീസൺ വരെ ഏതാണ്ട് 7-8 വർഷത്തോളം നിറഞ്ഞു വന്നു. ഇന്ന് യൂട്യൂബിൽ അത് അത് മനസ്സിൽ നിന്നും മായാത്ത കുട്ടികൾ, അതുപോലെ കവികളുടെ ജഡ്ജ്മെന്റ്, നിങ്ങളുടെ അതിന് കൊടുത്ത മനോഹരമായിട്ടുള്ളൊരു തലത്തിലേക്ക് ഉയർത്തിയത്. മാത്രമല്ല കവിത എങ്ങനെ ചൊല്ലണം എന്നുള്ളത് ഒരു ആശങ്കയുള്ള കാലഘട്ടത്തിൽ ഇങ്ങനെ കവിത ചൊല്ലേണ്ടെന്നുള്ളൊരു പാഠം ജനങ്ങൾക്ക് കൊടുത്തത്. മാമ്പഴവും ONV സാറ്
അതുപോലെ സുഗതകുമാര ടീച്ചർ, അങ്ങനെ ഒരുപാട്, ജയകുമാർ സാറ്, ആലങ്കോട് ലീലാക്ഷേട്ടൻ, മസൂൺ നായർ സാറ്, പ്രഭാവർമ്മ സാർ, അങ്ങനെ എത്ര വിനയേന്ദ്ര മാഷ്, ഇങ്ങനെ നിരവധി എത്രയോ പ്രഗത്ഭമായിട്ടുള്ള കവികൾ വന്നിട്ട് അവിടെ അവർ കയ്യൊപ്പ് പതിച്ചു പോയിട്ടുള്ളതാണ്. ശരിക്കും പൂരത്തിൻ്റെ ഈ മണ്ണിൽ നിന്നുകൊണ്ട് മാമ്പഴത്തിൻ്റെ, കേരളയുടെ മാമ്പഴത്തിൻ്റെ ആ മനോഹരമായ ഒരു കാലത്തെയും ആ പരിപാടിയെയും കൂടിയാണ് അദ്ദേഹം ഓർത്ത്. അദ്ദേഹത്തിലൂടെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്, ഒരുപാട് കവിതകളുടെ സംഗീതാവിഷ്കാരത്തിൽ ഈ ഇടയ്ക്കയും കൃഷ്ണകുമാറും മാമ്പഴത്തിൻ്റെ ഒരു ഭാഗം. അപ്പം പൂരവും മാമ്പഴവും, എൻ്റെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചില്ലേ, പൂരവും മാമ്പഴവും ചേരുന്നൊരു കോമ്പിനേഷൻ ആവട്ടെ എന്നുള്ളതാണ്. ഒരു വാക്ക് കൂടി പറഞ്ഞേക്കാം, കാരണം നമ്മുടെ കൈരളി ടി വിയുടെ സീനിയർ ക്യാമറമാൻ ഉണ്ടായിരുന്നല്ലോ ഒന്ന്, മന്നൻചേട്ടൻ പറയും, കൃഷ്ണകുമാർ കിച്ചു നമ്മുടെ കൈരളിയുടെ പ്രോപ്പർട്ടിയാ പറയും. അതായിരുന്നു നമ്മുടെ സ്വന്തം. യെസ്. അപ്പോൾ എന്താ പറയാ, ഞാൻ രണ്ടേ പറഞ്ഞുള്ളൂ, എന്നോട് ആവർത്തിച്ച് എന്ത് വേണമെന്ന് ചോദിച്ചില്ലേ, ഞാൻ 2 വാക്കേ പറഞ്ഞുള്ളൂ, പൂരം മാമ്പഴം. മാമ്പഴക്കൂട്ടത്തിൽ മൽകുകയാണ് മാസങ്ങളിൽ നല്ല ഉല്ലാസം, പൂരങ്ങളിൽ തൃശ്ശൂർ പൂരം. പാട്ടും കൂടെ ഓർമ്മയില്ലേ പെട്ടെന്ന് പറഞ്ഞപ്പോൾ. ഇടയ്ക്കിൽ വരും പക്ഷേ. കൃത്യം, പൂരവും മാമ്പഴവും ഒരുപോലെ ഈ ഇടയ്ക്കയിലൂടെ. പൂരമാണ് ഏറ്റവും, തൃശ്ശൂർ പൂരമാണ് ഏറ്റവും, മാമ്പഴത്തിൽ മൽഗോവയാണ്. മനോഹരമായ വരികളല്ലേ. അപ്പോൾ ഏറ്റവും സുഖകരമായ, സന്തോഷകരമായ കുറച്ച് സമയമാണ് നമ്മൾ ഒന്നിച്ച് ഇവിടെ ഇപ്പോൾ ചിലവഴിച്ചത്. ഒരുപാട് സന്തോഷം, ഒരുപാട് വർത്തമാനം പറഞ്ഞ് ചിരിച്ച് നടന്നിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇതുപോലെ സ്ക്രീനിന് മുമ്പിലേക്ക് ഒന്നിച്ച് വന്ന് നിൽക്കുന്ന ആദ്യത്തെ അനുഭവമാണ്. നമ്മൾ ഫോണിൽ കൂടെ ഉണ്ടായിട്ടുണ്ട്, ഒരിക്കൽ സംസാരിച്ചിട്ടുണ്ട് ഫോണിൻ പ്രോഗ്രാമിൽ. ഓക്കെ, താങ്ക് യു. നടക്കട്ടെ. അപ്പോൾ പൂരം ഉഷാറാവട്ടെ. എല്ലാവർക്കും പൂരാശംസകൾ.